ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റാണീസ് കിച്ചൺ. നമ്മളെല്ലാവരും സാധാരണയായിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഒരു പലഹാരമാണ് പഴംപൊരി. എന്നാൽ ഈ പഴംപൊരി കുറച്ച് വ്യത്യസ്തമായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഞാൻ 1/2 കപ്പ് മൈദമാവ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഈ മാവിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഒട്ടും കട്ടയില്ലാത്തൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഒരുപാടങ്ങ് കട്ടിയായിട്ട് വേണ്ട, കുറച്ചൊന്ന് ലൂസായിട്ട് വേണം മാവ് തയ്യാറാക്കാൻ. ഇപ്പോൾ ഇത് മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഒരു 4 പീസ് ബ്രെഡ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ബ്രെഡ് ഇപ്പോൾ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ 3 പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. പഴം ചെറിയ പഴമായതുകൊണ്ട് ഞാനിത് മുറിക്കുന്നില്ല. ഇതുപോലെ തന്നെ മുഴുവനായിട്ട് തന്നെ രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കുകയാണ്. വലിയ പഴമാണെങ്കിൽ മുറിച്ചിട്ട് വേണം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇതിപ്പോൾ ചെറിയ പഴം ആയതുകൊണ്ട് ഞാനിത് രണ്ടായിട്ട് മാത്രമേ മുറിക്കുന്നുള്ളൂ. ഈ പഴം ഓരോന്നായിട്ട് എടുത്തിട്ട് മൈദ മിക്സിലൊന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കണം, നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം. ഓരോ പഴമായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പഴംപൊരിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുപോലെ എല്ലാം റെഡിയാക്കി വയ്ക്കാം. ഇതുപോലെ നന്നായിട്ട് പൊതിഞ്ഞ് വയ്ക്കണം. അതിനുശേഷം നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയിട്ട് വരും. ഒരു സൈഡൊന്ന് ഫ്രൈ ആകുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ഗോൾഡൻ കളറായിട്ട് നല്ല ഭംഗിയുള്ള പഴംപൊരി നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഭംഗിയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ടിഷ്യൂയിലേക്ക് മാറ്റാം. ഇതിങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് ബ്രെഡിൻ്റെ പൊടിയൊക്കെ കുറച്ച് എണ്ണയിൽ കിടക്കും. അതൊന്ന് കോരി മാറ്റണം, ഇടയ്ക്കിടയ്ക്കൊന്ന് കോരി മാറ്റണം, അല്ലെങ്കിൽ പഴംപൊരിയുടെ പുറത്ത് അത് പറ്റിയിരിക്കും. ഇതുപോലെ മുഴുവനും റെഡിയാക്കി എടുക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.